അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ പറയുക, കട്ട്ലേറ്റ്. അപ്പോൾ കട്ട്ലേറ്റ് നമ്മൾ എങ്ങനെ തയ്യാറാക്കാം? അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചു നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഒരു പാത്രം വെക്കാം. കുറച്ചൊന്ന് ചൂടായി വരട്ടെ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത ഉള്ളിയാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത നമുക്ക് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കുക. നല്ല ഒരു മീഡിയം ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് നമ്മളിത് വയന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ സ്പൂണാണ് എടുത്തുകൊണ്ട് ഇത് 1.5 സ്പൂൺ ഉണ്ട് കേട്ടോ. അതുകൂടി ഇതിലേക്ക് ചേർത്തി കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ മണം പോകുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളകിൻ്റെ ഇഞ്ചിൻ്റെയും ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇങ്ങനെ മാറിപ്പോകുമ്പോഴത്തേക്കാണ് ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഗരം മസാല കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് നന്നായിട്ട് പൊടിച്ചത് കുരുമുളക്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളെ ചിക്കന് നന്നായിട്ട് ഇത് വേവിച്ച് ഉപ്പും മഞ്ഞളും ഉപയോഗിച്ച് വേവിച്ച് വെച്ച ചിക്കനാണ്. ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താണ് നമുക്ക് ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉരുളക്കിഴങ്ങാണ് അടുത്ത് ഇട്ട് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്താ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് കൊണ്ടുവന്നിരിക്കുന്നത് 4 വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് മിക്സായിട്ട് നമ്മളെ ഈ ഇതിൽ പൊടി ഇട്ടൊക്കല്ലേ, ഈ പൊടിയൊക്കെ ഇതിൽ നിന്ന് മിക്സായി വന്നോട്ടെ. അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പരിപാടി, മസാല ചേർക്കുന്ന പരിപാടി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചപ്പ് കൂടി, മല്ലിച്ചപ്പും അത് കഴിഞ്ഞിട്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് കുറച്ച് ചേർത്തി കൊടുത്ത് ഇത് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾക്ക് കയ്യിലിട്ട് തട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണമെന്നറിയാം, ഇതിലേക്ക് ആവശ്യമായ മുട്ട 2 മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. ഈ 2 മുട്ട നമ്മൾ മുട്ടയും നമ്മളിതിലേക്ക് ഉടച്ച് പാർന്നിക്കണം. നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് കോൺഫ്ലവർ കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തിയാൽ അടിപൊളിയായിട്ട് നമുക്കിതിൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രഷായിട്ട് കിട്ടും കേട്ടോ. നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബ്രെഡ് പൊടി കൂടി ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ബ്രെഡ് പൊടി ഇവിടെ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മളെ കയ്യിൽ കുറച്ച് എണ്ണ ആക്കി കൊടുക്കുക. നന്നായിട്ട് എണ്ണ 2 കയ്യിലും ആക്കിയിട്ട് നമുക്കിതൊന്ന് ബോൾ പിടിച്ചെടുക്കാം.
ഒരു മീഡിയം സൈസിലുള്ള ബോളാണ് നമുക്ക് ആവശ്യം. ഇതുപോലുള്ള ബോളുകളാക്കി എടുക്കാം. നമുക്ക് ഫുള്ളായിട്ട് ആദ്യം ബോളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉരുട്ടി വെച്ചത് നമ്മളിത് ഇങ്ങനെ മുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് എളുപ്പം, അത് ചെയ്ത് നോക്കോണ്ടി. അപ്പോൾ നമുക്ക് എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മുട്ടയിൽ വെക്കാം. മുട്ട നമ്മൾ കോൺഫ്ലവർ കൂട്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ റെഡിയാക്കി എടുത്തേക്കണേ. നമ്മൾ ബ്രെഡ് ക്രാംസിൽ ഒന്ന് മുക്കിയെടുക്കും. കണ്ടോ, അടിപൊളിയായി വരും. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഒന്ന് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ഓയിൽ മതി, ഇത് പൊരിച്ചെടുക്കല്ല നമ്മൾ, അതിനനുസരിച്ച് ഒഴിച്ചാൽ ചൂടാവട്ടെ. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ഇങ്ങനെ വരുമ്പോൾ തിരിച്ച് മറിച്ചിട്ടാം. അതൊക്കെ മറിച്ചിടണം കേട്ടോ. ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇതെടുക്കാം. അടിപൊളി മുരിഞ്ഞെടുത്ത നമ്മളെ കട്ട്ലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കുക, മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.